Hello everyone, welcome back to my channel. ഇന്നത്തെ ടോപ്പിക് സോട്ട് അനാലിസിസ്. സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജി ഫോർമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് സോട്ട് അനാലിസിസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത പ്രീവിയസ് വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സോട്ട് അനാലിസിസ്. എന്താണ് സോട്ട് അനാലിസിസിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ പർപ്പസ്, ഇതാണ് കവർ ചെയ്യുന്നത്. സോട്ട് അനാലിസിസ് എന്ന് പറയുമ്പം നമ്മുടെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതാണ് ഈ ഒരു അനാലിസിസ്. എന്താണ് സോട്ട് അനാലിസിസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് സോട്ട് അനാലിസിസ് ഇസ് an acronym that stands for സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. അപ്പം സോട്ട് എന്ന് പറയുന്ന ഒരു അക്രോണിമാണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അനാലിസിസിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട്, ത്രെറ്റ്സ് എന്തൊക്കെയുണ്ട്. ഇത്രയുമാണ് സോട്ട്. അങ്ങനെയാണ് ആ പേര് വന്നിരിക്കുന്നത്, സോട്ട് എന്ന്. സോട്ട് is a technique which will help you in analyzing the current stage of the company and to develop a strong business strategy. നമുക്ക് നമ്മുടെ എയിം എന്താണ്? ഒരു ബിസിനസ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ആവശ്യമുള്ള ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പം നമ്മൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ്, നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, നമ്മളുടെ കണ്ടീഷൻ എന്താണ് എന്നൊന്ന് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എവിടെയാണ് നമുക്കൊരു ഒരു വീക്ക്നെസ് ഉള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമുക്കൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. It is used to develop objectives and identify the internal and external factors that will influence in achieving it. അപ്പോൾ സോട്ട് അനാലിസിസ് കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന നമുക്കൊരു ഒബ്ജക്റ്റീവ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ ഗോൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഗോൾ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന സോട്ട് അനാലിസിസ്. ഇനി സ്ട്രെങ്ത്, ഞാൻ പറഞ്ഞു 4 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് അനലൈസ് ചെയ്യുന്നത്. ഒന്ന് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്. ഇതിൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആർ ദി ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് യു ഹാവ് സം കൺട്രോൾ ഓവർ ആൻഡ് ക്യാൻ ബി ചേഞ്ച്ഡ്. അപ്പം സ്ട്രെങ്തും വീക്ക്നെസ്സും എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. എന്തായിരിക്കും സ്ട്രെങ്ത്? ഒരു ഓർഗനൈസേഷൻ ഫോർ എക്സാമ്പിൾ ടെക്നോളജി, അല്ലെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, നല്ലൊരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻസ് ബാക്കപ്പ് ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എക്സാമ്പിൾസാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. വീക്ക്നെസ് എന്ന് പറയുന്നത് ചില ഓർഗനൈസേഷന് ഇത് വീക്ക്നെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും. ചിലപ്പോൾ മാർക്കറ്റിംഗ് സ്കിൽസ് കുറവായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫിനാൻസ് കുറവായിരിക്കാം. അപ്പം ഇതൊക്കെ ആണ് വീക്ക്നെസ്സുകൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതും ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് തന്നെയല്ലേ. ഇത്തരത്തിലുള്ള സ്ട്രെങ്തും വീക്ക്നെസ്സും ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. ഈ പറയുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് നമുക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും.
സോ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് കൺട്രോളുള്ള കാര്യങ്ങളാണ്. നമുക്ക് വേണമെന്ന് വെച്ചാൽ അതിനെ മാറ്റാൻ പറ്റും, നമുക്കതിനെ ഇമ്പ്രൂവ് ചെയ്യാം, നമുക്കതിനെ ഡെവലപ്പ് ചെയ്യാം, മാറ്റാൻ പറ്റും. നൗ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് അതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ദാറ്റ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ആൻഡ് ചേഞ്ച്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ന്യൂ മാർക്കറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് നമുക്ക് ഫേവറബിൾ ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റൽ റൂൾസ് നമുക്ക് ഫേവറബിൾ ആണോ അല്ലേ, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് ഇപ്പോൾ ത്രെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്ട്സ് നമ്മളെക്കാൾ സുപ്പീരിയർ ആണെങ്കിൽ അത് നമുക്കൊരു ത്രെറ്റാണ്. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മളെക്കാൾ സുപ്പീരിയർ ആണെങ്കിൽ അതും നമുക്കൊരു ത്രെറ്റായിട്ട് വരാം. സോ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്. അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ഡിഫിക്കൽട്ടാണ് നമുക്കത് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ടും ചേഞ്ച് ചെയ്യാനും. സോ ഇതാണ് ഈ പറയുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. നൗ ഇതെങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറയും. ദിസ് ടൂൾ ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് അറ്റ് ആൻ ഇൻഡിവിജ്വൽ ലെവൽ ടു അനലൈസ് the internal and external factors that influence your career growth. അപ്പം ഈ SWOT അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെറ്റും കണ്ടുപിടിച്ച് ഒരു സ്ട്രാറ്റജി, ഒരു സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യാൻ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു ഇൻഡിവിജ്വലിനെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു കരിയർ പ്ലാൻ നമുക്ക് വെക്കണം, നമ്മളുടെ ഒരു കരിയർ ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു SWOT എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, എന്താണ് നമ്മുടെ ഗോൾ, അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, എന്തൊക്കെ നമുക്ക് സ്ട്രെങ്ത്സ് നമുക്കുണ്ട് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പാകത്തിൽ. ഇനി ഈ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, ഇനി നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പുറത്ത്, നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ത്രെറ്റ്. ഇങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് അയാളുടെ ഇൻഡിവിജ്വൽ കരിയർ ഗ്രോത്ത് പ്ലാൻ ചെയ്യുന്നതിനും ഈ SWOT അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓർഗനൈസേഷൻസിൽ മാത്രമല്ല ഇൻഡിവിജ്വൽ ലെവലിലും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. എന്താണ് SWOT അനാലിസിസ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ എലമെൻസിലോട്ട് പോവാം. സോ എലമെൻറ്റ്സ് ഓഫ് SWOT അനാലിസിസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെങ്ത്. ഓക്കെ, എന്താണ് ഈ സ്ട്രെങ്ത്സ്? സ്ട്രെങ്ത്സ് ആർ ദ പോസിറ്റീവ് ഫാക്ടർ. സ്ട്രെങ്ത്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫാക്ടർ ഓഫ് ദി ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഫേവറബിൾ ഇൻ അച്ചീവിങ് എ ഗോൾ. അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോസിറ്റീവ് ഫാക്ടേഴ്സാണ് ഈ പറയുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സ്ട്രെങ്തിന് എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ, നമ്മുടെ ടെക്നിക്കൽ സുപ്പീരിയോറിറ്റി, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടും നമുക്കൊരു ടെക്നിക്കൽ സുപ്പീരിയോറിറ്റി ഉണ്ട്, അതൊരു സ്ട്രെങ്താണ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് നമുക്ക് നല്ലതായിട്ടുണ്ടെങ്കിൽ അതൊരു സ്ട്രെങ്താണ്. നമ്മുടെ നമ്മുടെ എംപ്ലോയീസ് വളരെ സ്കിൽഡ് ആൻഡ് കേപ്പബിൾ ആണെങ്കിൽ, പിന്നെ നമ്മുടെ കമ്പനിയുടെ ഗുഡ് വിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് ഇമേജ് വളരെ ഹൈ ആണെങ്കിൽ അതും നമുക്കൊരു സ്ട്രെങ്താണ്. ഓക്കെ, ഇനി നമ്മുടെ സപ്ലയേഴ്സും ബയേഴ്സുമായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതും ഈ പറയുന്ന സ്ട്രെങ്താണ്. സോ ഇതൊക്കെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നതിന് എക്സാമ്പിൾസാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതെല്ലാം പോസിറ്റീവായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്ട്രെങ്ത്. Now, strength enables an organization to accomplish its goals and objectives. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ടു അനലൈസ് യുവർ സ്ട്രെങ്ത് യു നീഡ് ടു ആസ്ക് ദി ഫോളോയിങ്. എങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലയോ, എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് വെച്ചിട്ടാണ് നമ്മളുടെ സ്ട്രെങ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ യു ബെസ്റ്റ് അറ്റ്? എന്തിലാണ് നിങ്ങൾ ബെസ്റ്റ്? വാട്ട് യുണീക്ക് എബിലിറ്റി ഡു യു പൊസസ്? എന്തൊക്കെ എബിലിറ്റീസ് നമുക്കുണ്ട്? ഇതിപ്പം ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ലെവലിലായാലും
ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ഇൻഡിവിജ്വൽ സ്ട്രെങ്സ് നോക്കുന്നതിനാണെങ്കിലും ആപ്ലിക്കബിൾ ആണ്. വാട്ട് ക്വാളിറ്റീസ് ഡു യു ഹാവ് ഇൻ യുവർ ടീം സച്ച് ആസ് നോളജ്, എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് നെറ്റ്വർക്ക്സ്. എന്തൊക്കെ ക്വാളിറ്റീസ് നമുക്കുണ്ട്, നമ്മുടെ എംപ്ലോയീസിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്, എന്തൊക്കെയാണ് അവരുടെ എഡ്യൂക്കേഷൻ, സ്കിൽസ്, നോളജ്, ഇതിൻ്റെ ബേസിസിൽ എന്തൊക്കെ ക്വാളിറ്റീസ് അവർക്കുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ടെക്നോളജി, നമ്മുടെ ടെക്നോളജിക്കൽ സ്കിൽസ് എത്രമാത്രം ഉണ്ട്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ വെച്ചിട്ടാണ് ഈ പറയുന്ന സ്ട്രെങ്ത് ഇവാലുവേറ്റ് ചെയ്ത് എടുക്കുന്നത്. സോ ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇനി നമുക്ക് സെക്കൻഡ് എലമെൻറ്റിലേക്ക് പോകാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വീക്ക്നെസ് ആണ്. സോ വീക്ക്നെസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഫാക്ടർ ഓഫ് ദി ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് അൺഫേവറബിൾ ഇൻ അച്ചീവിങ് എ ഗോൾ. ഓക്കെ, സോ വീക്ക്നെസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവാണ്. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന, അതായത് അൺഫേവറബിൾ ആയിട്ട് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വീക്ക്നെസ്സസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡെഫിഷ്യൻസി എന്നൊക്കെ പറയാം ഈ പറയുന്ന വീക്ക്നെസ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫെസിലിറ്റീസ്, നമുക്കെല്ലാം ഉണ്ട്, പക്ഷേ നമ്മുടെ ഫെസിലിറ്റി ഒരു നല്ല ലൊക്കേഷനിലായിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫെസിലിറ്റിക്കകത്ത് സൗകര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഫെസിലിറ്റി തന്നെ ഒരു വീക്ക്നെസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് നല്ല പ്രോജക്ട്സ് ഉണ്ടായിരിക്കാം കയ്യിൽ, പക്ഷേ നമുക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാകത്തില്ല. അപ്പോൾ അവിടെ ഫിനാൻഷ്യൽ റിസോഴ്സാണ് നമുക്ക് വീക്ക്നെസ് ആയിട്ട് വരുന്നത്. പിന്നെ ചിലപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് സ്കിൽസ് നമ്മുടെ എംപ്ലോയീസിന് ഉണ്ടാകത്തില്ല. അപ്പോൾ അവിടെ മാർക്കറ്റിംഗ് സ്കിൽസാണ് വീക്ക്നെസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് വീക്ക്നെസ്സിന് എക്സാമ്പിൾസ്. So weaknesses are the internal factors which do not meet the standards even if we try to meet. അപ്പോൾ internal factors ആണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നിൽക്കാത്ത ഫാക്ടേഴ്സാണ് ഈ പറയുന്ന വീക്ക്നെസ്. അതായത് നമുക്കൊരു ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് ഈ പറയുന്ന വീക്ക്നെസ്. It prevents a company from working at full potential. It prevents a company from working at full potential and in achieving its goal. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ പറയുന്ന വീക്ക്നെസ്. വീക്ക്നെസ്സസ് ക്യാൻ ബി മിനിമൈസ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ടേക്കിംഗ് certain മെഷേഴ്സ്. അപ്പോൾ നമുക്ക് ഈ വീക്ക്നെസ് ഇൻറ്റേർണൽ ഫാക്ടർ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് സ്ട്രെങ്തും വീക്ക്നെസ്സും. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ വേണമെന്ന് വിചാരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യുകയും ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. സോ വീക്ക്നെസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയാണ് വീക്ക്നെസ് എന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ലൊക്കേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനെ മിനിമൈസ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ആക്ഷൻ പ്ലാൻസ് വേണം എന്നുള്ളത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീക്ക്നെസ് മിനിമൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇനി ഈ വീക്ക്നെസ് കണ്ടുപിടിക്കുന്നതിന്, വീക്ക്നെസ് അനലൈസ് ചെയ്യാനായിട്ട്, ടു അനലൈസ് വീക്ക്നെസ് യു നീഡ് ടു ആസ്ക് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? വാട്ട് ഷുഡ് യു അവോയ്ഡ് ആൻഡ് എലിമിനേറ്റ്? എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് നമ്മളെ ലിമിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് യർ ഫിനാൻഷ്യൽ എബിലിറ്റി? നമ്മുടെ ഫിനാൻഷ്യൽ എബിലിറ്റിയിലാണോ നമ്മുടെ വീക്കായിരിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ എബിലിറ്റി എത്രയുണ്ടെന്ന് നോക്കുക. വാട്ട് കൈൻഡ് ഓഫ് ട്രെയിനിങ് ഡിഡ് യു എംപ്ലോയീസ് നീഡ്? നമ്മുടെ എംപ്ലോയീസിൻ്റെ സ്കിൽസ് ആണോ കുറവ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കണമോ? ഇൻ വിച്ച് ഡിഡ് യു വോണ്ട് ടു ഇംപ്രൂവ്? മൊത്തത്തിൽ നമ്മുടെ ഏത് ഏരിയയിലാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന് കണ്ടെത്തുക. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എലമെൻറ്റിലേക്ക് പോകാം. ഓപ്പർച്യൂണിറ്റീസ്. സോ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടറാണ് ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അച്ചീവിങ് ദി ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. എഗെയിൻ ഓപ്പർച്യൂണിറ്റി ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്, അതും ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസ് ഓൾവേസ് ഗിവ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തരുന്ന കാര്യങ്ങളാണ്. അതായത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്ന കാര്യങ്ങളാണ്. സോ എന്തൊക്കെയാണ് ഈ ഓപ്പർച്യൂണിറ്റീസിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുക എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരു പുതിയ മാർക്കറ്റ് കിട്ടുക, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നൗ
നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരിക, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് എൻവയോൺമെൻറ്റിൽ വരിക, പിന്നെ ടെക്നോളജി പരമായിട്ട് ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് വരിക, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. സോ ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂസ് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. Okay, so to determine the opportunities in the market, you need to ask the following question. What interesting trends are you aware of? നമുക്ക് എന്തൊക്കെ ട്രെൻഡ്സ് ഇപ്പോൾ ഉണ്ട്, പുതിയ പുതിയ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയാൽ മാത്രമേ ആ ട്രെൻഡ്സ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ട്രെൻഡ്സ് ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ്സ് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ട്രെൻഡ് അറിയണം. ദെൻ ചേഞ്ചസ് ഇൻ ദ ഗവൺമെൻറ് പോളിസീസ് ദാറ്റ് ആർ ബെനിഫിഷ്യൽ ടു യു. ഗവൺമെൻറ് പോളിസീസ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ചില ചേഞ്ചസ് നമുക്ക് ഫേവറബിൾ ആയിരിക്കാം, ചിലത് അൺഫേവറബിൾ ആയിരിക്കാം. അപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പോളിസീസ് നമുക്ക് വരുന്നുണ്ടോ, അപ്പോൾ എന്നാലേ നമുക്കത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫേവറബിൾ ചേഞ്ച് ഗവൺമെൻറ് പോളിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. വാട്ട് ന്യൂ മാർക്കറ്റ് ക്യാൻ യു ഇൻവെസ്റ്റ് ഇൻ? നമുക്ക് എന്തെങ്കിലും പുതിയ ഏതെങ്കിലും ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ മാർക്കറ്റ് സെഗ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതും അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് അനലൈസ് ചെയ്യുക. ഇതൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ്, പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടർ. നൗ നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ, അതായത് ത്രെറ്റ്സ്. Threats are external factors and are uncontrollable. Threats എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടർ തന്നെയാണ്, അൺകൺട്രോളബിൾ ആണ്. അതായത് വളരെ നെഗറ്റീവായിട്ട് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ പറയുന്ന ത്രെറ്റ്സ് എന്ന് പറയുന്നത്. ത്രെറ്റ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സിൻ്റെ ബാർഗെയിനിങ് പവർ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ത്രെറ്റായിട്ട് വരാം. അതുപോലെ ഗവൺമെൻറ് പോളിസീസ്, റൂൾസും റെഗുലേഷൻസും ഒക്കെ നമുക്ക് അൺഫേവറബിളായിട്ട് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു ത്രെറ്റാണ്. പിന്നെ നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വരികയാണ്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മളെക്കാൾ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള പ്രോഡക്ട്സുമായിട്ട് കോമ്പറ്റീറ്റേഴ്സ് ഒത്തിരി വരികയാണെന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു ത്രെറ്റാണ്. സോ ഇതെല്ലാം അൺകൺട്രോളബിൾ ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല. സോ ഇറ്റ് ഈസ് എ ഫാക്ടർ വിച്ച് ക്യാൻ ക്രിയേറ്റ് എ ലോസ് ഫോർ ദി ഓർഗനൈസേഷൻ. സോ ത്രെറ്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ലോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ത്രെറ്റ് എന്ന് പറയുന്നത്. ദിസ് മേ അറൈസ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ കസ്റ്റമേഴ്സ് ട്രെൻഡ്. മെയിനായിട്ട് ഈ ത്രെറ്റ്സ് വരുന്നത് കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ് മാറുക എന്നുള്ളതാണ്. നമ്മുടെ പ്രോഡക്ട്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡും പ്രിഫറൻസസും മാറുകയും നമ്മുടെ പ്രോഡക്ട്സ് വെച്ചിട്ട്, നമുക്കിപ്പം ഉള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെയും വരുമ്പോഴൊക്കെയാണ് ഒരു മെയിനായിട്ടൊരു ത്രെറ്റ് ഉണ്ടാവുക. To determine threats, you need to ask the following questions. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? Is there a change in technology that is bad for your market position? അപ്പോൾ ഒരു ചേഞ്ച് ഇൻ ടെക്നോളജി വരികയാണ്, നമുക്ക് അഡ്വേഴ്സ് ആയിട്ട് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ചേഞ്ച് ഇൻ ടെക്നോളജി വരുന്നുണ്ടോ എന്ന് വരുന്നുണ്ടെങ്കിൽ അതൊരു ത്രെറ്റാണ്. ദെൻ ഈസ് ഇറ്റ് എ ഡിസഡ്വാൻറ്റേജ് ഇൻ ചേഞ്ചിങ് ഗവൺമെൻറ് പോളിസീസ്? എന്തെങ്കിലും ഗവൺമെൻറ് പോളിസീസിൻ്റെ ചേഞ്ച് നമുക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ? വാട്ട് ഈസ് ദ കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് യുവർ കോമ്പറ്റീറ്റേഴ്സ്? നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സിറ്റുവേഷൻ, അവർക്ക് വളരെ സുപ്പീരിയർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ത്രെറ്റായിട്ട് വരാം. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പൊസിഷനും നമ്മൾ അനലൈസ് ചെയ്യണം. ഡസ് ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അഫക്റ്റ് യുവർ ബിസിനസ്? ഇപ്പോൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ആകാം, സോഷ്യൽ ആവാം, ലീഗൽ ആകാം, അപ്പം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ എന്തെങ്കിലും ചേഞ്ചസ്, നമുക്ക് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതും നമുക്കൊരു ത്രെറ്റായിട്ട് വന്നേക്കാം. സോ ഇങ്ങനെയൊക്കെയാണ് ഈ ത്രെറ്റ്സ് അനലൈസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ സോട്ട് അനാലിസിസിലെ 4 എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇൻഫാക്റ്റ് ഈ സോട്ട് അനാലിസിസിൻ്റെ ഒരു പർപ്പസ് എന്താണ്? It plays an important role in doing strategic planning and making decisions. ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് സോട്ട് അനാലിസിസ് എന്ന്. സോ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും
ഒരു മെയിൻ റോൾ ഉള്ള ഒരു അനാലിസിസ് ആണ്, ഒരു ടൂളാണ് ഈ പറയുന്ന സോർട്ട് എന്ന് പറയുന്നത്, സോർട്ട് ടെക്നിക്. ടു ഐഡൻറ്റിഫൈ ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് വിച്ച് ആർ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ടു ദി ഓർഗനൈസേഷൻ. സോ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളതും അൺഫേവറബിൾ ആയിട്ടുള്ള ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേർണൽ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സിൻസ് സോർട്ട് കവേഴ്സ് ഓൾ ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഡേറ്റ ആൻഡ് പ്രസൻറ്റ് ഡേറ്റ ഫോർ അനാലിസിസ്, ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ ഫോർകാസ്റ്റിംഗ് സെയിൽസ് ആൻഡ് ഡിമാൻഡ്. അപ്പം നമ്മളൊരു സോർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റയും അതുപോലെ പാസ്റ്റ് ഡേറ്റയും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെറ്റും ഒക്കെ കണ്ടുപിടിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചർ സെയിൽസും ഡിമാൻഡ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫ്യൂച്ചർ സെയിൽസ് എന്താണ്, ഫ്യൂച്ചർ ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഫോർകാസ്റ്റ് ചെയ്യാനും കൂടെ ഈ പറയുന്ന സോർട്ട് അനാലിസിസ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് സോർട്ട് അനാലിസിസിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സോ ഇത് എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, പിന്നെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.